ഹലോ ഗായ്സ്, ഓണം തൂക്കിയടിക്കാൻ പോകുന്ന സിനിമ കിഷ്കിന്ധാ കാണ്ഡം. കിടില സിനിമയാണ്, ഒരു വെറൈറ്റി സിനിമയാണ്. അതായത് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. മെയിനായിട്ട് ഓണത്തിന് ഫസ്റ്റ് ഞാൻ കണ്ട സിനിമ കിഷ്കിന്ധാ കാണ്ഡമാണ്. ആസിഫ് അലിനെ പോലെയൊക്കെ പവർ ഗ്രൂപ്പിനാൽ ഒതുക്കപ്പെട്ട ഒരു നടനാണ് ആസിഫ് അലി. പവർ ഗ്രൂപ്പുകൾ ഒതുങ്ങിയപ്പം ആസിഫ് അലിനെ പോലുള്ള ആൾക്കാര് മുന്നേറി വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ആസിഫ് അലിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലിയുടെ അഭിനയം എന്താ പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആസിഫ് അലിയുടെ സിനിമ കാണും, തലവനൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ വിജയരാഘവന്റെ അഭിനയം, വിജയരാഘവന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം. മറവി ചിലപ്പോ ഒരു അനുഗ്രഹമാണ്. അതായത് ഓർമ്മയില്ലാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. അപ്പം ഓർമ്മയുടെ പ്രാധാന്യത്തിൽ ചില കാര്യങ്ങൾ മറന്നു പോകുന്നതിന്റെ പ്രാധാന്യത്തിൽ അതിൽ സഞ്ചരിക്കുന്ന ഒരു സിനിമ, ഒരു ലൂപ്പ് പോലത്തെ ഒരു സിനിമയാണ്. അതായത് ഇങ്ങനത്തെ നമ്മൾ ത്രെഡൊക്കെ സാധാരണ കാണാറുള്ളത് ഇംഗ്ലീഷ് മൂവീസിലൊക്കെയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ത്രെഡ് സാധാരണ അങ്ങനെ മലയാള സിനിമ കണ്ടിട്ടില്ല. അപ്പം ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ് സംവിധായകൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം ചിലപ്പോൾ ക്ലൈമാക്സ് ഒക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റിയേക്കും, ഇനി പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ആ സിനിമയെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഓണത്തിന് മുടങ്ങാതെ നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം. പാട്ടോ അതോ ഒന്നുമില്ല. ക്ലൈമാക്സ് ചിലർക്കൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഭയങ്കര ആ ഒരു ജോജി സിനിമയുടെ ഒക്കെ വൈബില്ലേ, അതേപോലത്തെ ഒരു വൈബിൽ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നൊരു സിനിമയാണ്. പക്ഷെ അതിന്റെ അവസാനം നമുക്ക് ഒരുപാട് ചിന്തിക്കാനും പറ്റുന്നുണ്ട്. അതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന സിനിമയാണ്. ആ ലൂപ്പ് ഫാക്ടർ വന്നാണ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടത്. ബാക്കി എന്ത് പറഞ്ഞാലും ഇതിന്റെ സ്പോയിലർ ആയി പോവും. അതുകൊണ്ട് ബാക്കി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വിജയരാഘവന്റെ അഭിനയം കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ത്രെഡ് ഇങ്ങനെ എഴുതിയ ആൾക്ക് സമ്മതിക്കണം. ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ എഴുതിയ ആ ഒരു ബുദ്ധിക്ക് എവിടെന്നെങ്കിലും അദ്ദേഹം കണ്ടിട്ടുള്ള ആളാണോ ഇങ്ങനെയൊക്കെയുള്ള ഈ വിജയരാഘവന്റെ ക്യാരക്ടർ. പിന്നെ മേക്കിങ്ങും ഭയങ്കര അധികം അടിപൊളിയായിട്ടാണ്. കാരണം ഒരു സമയം പോലും ബോറടിക്കാതെ, ത്രില്ലടിക്കാതെ, ബോറടിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സംഭാഷണമൊക്കെ ചെറിയ എനിക്ക് ആർട്ടിഫിഷ്യൽ ലാഗൊക്കെ ആയി തോന്നി. പക്ഷെ ഭയങ്കര ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ടും പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇതിങ്ങനെയാണല്ലേ എന്നൊക്കെയുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്തായാലും ആസിഫ് അലിയുടെ കിടിലൻ അഭിനയം, വിജയരാഘവന്റെ കിടിലൻ അഭിനയം. വിജയരാഘവനാണ് ഈ സിനിമ ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെക്കാളും കൂടുതൽ വിജയരാഘവന്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. കിടിലൻ, ഭയങ്കര സസ്പെൻസ് ഉണ്ട്, ഒരുപാട് സസ്പെൻസ് ഉണ്ട്. ബോറടിക്കത്തില്ല. എനിക്ക് ക്ലൈമാക്സ് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ബോറടിച്ചില്ല. പക്ഷെ ക്ലൈമാക്സ് പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നീട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചു ഞാനിങ്ങനെ ഇതാണല്ലേ സംഭവം. അപ്പം ഓണത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കുറച്ചുകൂടി ചിന്തിക്കുന്ന ആൾക്കാർക്ക് കാണാൻ കുറച്ചുകൂടെ കൊള്ളാം. നല്ലൊരു വെറൈറ്റി ത്രെഡാണ്. ഈ ക്രിസ്റ്റഫർ നോളൻ എന്നൊക്കെ പറയാൻ പറ്റൂല, എന്നാലും ലോക്കൽ ക്രിസ്റ്റഫർ നോളൻ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് സിനിമയാണ്. ഒരു തോട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇതങ്ങനെയായിരുന്നില്ലേ എന്നൊക്കെ. ഓക്കെ, ബൈ ഗൈസ്. എല്ലാവരും പോയി പറ്റുമെങ്കിൽ കിഷ്കിന്ധാ കാണ്ഡം കാണുക. നല്ല സിനിമയാണ്.